ഇന്നയാൾക്ക് ഇത്ര കോടി രൂപയുടെ ഫെലോഷിപ്പ്, മേരി ക്യൂറി ഫെലോഷിപ്പ് കിട്ടി, അത് കിട്ടി. എത്രത്തോളം ഫെലോഷിപ്പുകളും എത്രത്തോളം ഗ്രാൻറ്റുകളുമാണെന്നറിയാമോ? നമ്മുടെ ഗവൺമെൻറ്റുകൾ മാത്രമല്ല, വിദേശത്തുള്ള സർവ്വ ഗവൺമെൻറ്റുകളും ഈ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനൊക്കെ ഒരു കോമൺ ചാനലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഞാൻ നൈസ്മാൻ. സർ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ UGC നെറ്റ് ഉദ്യോഗാർത്ഥികൾക്കായിട്ടൊരു വീഡിയോ ചെയ്തു. നമ്മളുടെ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പേ സ്കെയിൽ എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. അപ്പം മുതൽ നമുക്ക് വരുന്ന റിക്വസ്റ്റ് ആണ് CSIR ഉദ്യോഗാർത്ഥികൾക്ക് നെറ്റ് അല്ലെങ്കിൽ റിസർച്ച് അല്ലാതെ മറ്റെന്തൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും CSIR എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു സ്വപ്നം എന്ന് പറയുന്ന റിസർച്ചിലേക്ക് തന്നെയാണ് നല്ല ശതമാനം കുട്ടികളും തിരിയുന്നത്, അല്ലെ? അതിന്റെ എന്താ പറയുക, ഫെലോഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈഫൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ആദ്യമായിട്ട് എഴുതുന്ന ഒരുപാട് പേരുണ്ട്. നെറ്റ് എഴുതി സമയം കളയാന്ന് ചിന്തിക്കരുത്. നെറ്റ് എഴുതുക അല്ലെങ്കിൽ CSIR എഴുതുക, ക്ലിയർ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ യു ആർ ഏർണിംഗ് ആൻഡ് സ്റ്റഡിങ്, അല്ലെ? നിങ്ങളെ കയ്യിൽ ഒരു ജോലി ഇപ്പൊ ചെയ്യുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് വാങ്ങിക്കൊണ്ട് നിങ്ങളുടെ പഠിക്കാനുള്ള ആഗ്രഹത്തിൽ ലേണേഴ്സ് ഡിസയേഴ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ എങ്ങനെയാണ് സാർ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സ്റ്റൈപ്പൻഡ് നോൺ ടാക്സബിൾ ആണെന്നുള്ളതാണ്. അപ്പം JRF എന്ന് പറയുന്ന സമയത്ത് 37,000 ആണ് അവരുടെ സ്റ്റൈഫൻഡ്, പ്ലസ് HRA പ്ലസ് കണ്ടിജൻസി ഗ്രാൻഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഏകദേശം 50,000 റുപ്പീസ് അവരുടെ കൈ കിട്ടും ഇനീഷ്യൽ 2 years. പിന്നെ വരുന്ന 3 years അവർ SRF ആയിട്ട് സീനിയർ റിസർച്ച് ഫെലോ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടും. അപ്പോൾ 37,000 എന്നുള്ളത് 42,000 ആവും. 42,000 പ്ലസ് HRA പ്ലസ് കണ്ടിജൻസി ഗ്രാൻഡ്. ഇതെല്ലാം പെർസെൻറ്റേജ് വൈസ് അതിന് ഇൻക്രീസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു 60,000 റുപ്പീസ് പ്ലസ് അവരുടെ കയ്യിൽ കിട്ടും. നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഇത്രയും എമൗണ്ട് ഒരു മാസക്കാലം അവർക്ക് ഇത്രയും കിട്ടും. ഒരു വർഷത്തെ അവരുടെ ഒരു ഇൻകം ഒന്ന് ആലോചിച്ച് നോക്കും. ഇന്നത്തെ കാലത്ത് ഒരു PG അല്ലെങ്കിൽ PG കഴിഞ്ഞ ഉദ്യോഗാർത്ഥി എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയി നിന്നാൽ തന്നെ അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ നെവർ മോർ ദാൻ 20 to 25K. അവിടെ നിന്ന് 60ലേക്കാണ് അവർ 2-3 വർഷം അല്ലെങ്കിൽ 50ലേക്കാണ് അവർ ആദ്യത്തെ വർഷം തന്നെ അവർ ഏൺ ചെയ്യുന്നത്. സാധാരണ ഒരു PSC എക്സാം എഴുതി ഒരു ഗവൺമെന്റ് ജോലി കയറുന്ന ആൾക്ക് പോലും ഇത്രയും സാലറി സ്റ്റാർട്ടിംഗിൽ കിട്ടില്ല. അതെ, അത് എന്തുകൊണ്ടാണ് അത് ഗവൺമെന്റ് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിലുള്ള റിസോഴ്സസ് ഏറ്റവും നല്ലതാവാനും അവരുടെ സ്കിൽസിനെ രാജ്യത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റ് വേണ്ടി യൂസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത്. HRA എന്ന് പറയുന്നത് സാറല്ല, 25% മുതൽ 18% വരെ ആണ് ഇതിന്റെ വേരിയേഷൻ വരുന്നത് സിറ്റീസിന്റെ ടയർ അനുസരിച്ച്. നല്ലൊരു ഇൻകമാണ്. അപ്പം 5 വർഷം നിങ്ങൾക്ക് ഏൺ ചെയ്തുകൊണ്ട് പഠിത്തം മുന്നോട്ട് പോവാം. നിങ്ങളുടെ ഫാമിലി ലൈഫ് ഇന്ററപ്റ്റ് ആവുന്നില്ല, എല്ലാം ഒരേപോലെ നിങ്ങൾക്ക് മുന്നോട്ട് ഞാൻ. അതെ സാർ, അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്, അല്ലേ? യെസ്. ഇനി സാർ, അതല്ലാതെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇവരുടെ മുന്നിലുണ്ട്? അതല്ലാതെ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും സയന്റിഫിക് ഓഫീസർ, റിസർച്ച് അസോസിയേറ്റ്, ഇങ്ങനെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവരുടെ മുന്നിലുള്ളത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ, ഇപ്പം അവിടെ മുതൽ എടുക്കുവാണെങ്കിൽ കൊൽക്കത്ത, പിന്നെ സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് കൊൽക്കത്ത, പിന്നെ IUAC ന്യൂഡൽഹി, പിന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇങ്ങനത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം റിസർച്ച് അസോസിയേറ്റ് ആയിട്ടും സയന്റിഫിക് ഓഫീസറായിട്ടും അവർ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഈ റിക്രൂട്ട്മെന്റിലേക്കുള്ള ഒരു ബേസിക് ചവിട്ടുപടി എന്ന് പറയുന്നത് നമ്മുടെ CSIR ഫിസിക്സ് തന്നെയാണ്. ഓക്കെ, അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണെന്ന് തന്നെ പറയാം, അല്ലേ? ഓക്കെ, അപ്പം അതായത് PSUs ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ടോ? PSUs എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ DRDO പോലെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ റിസർച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ റിസർച്ച് ഏരിയയിലോട്ടൊക്കെ അവർക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത് CSIR തന്നെയാണ്. ഓക്കെ, അപ്പം കുറച്ചധികം വർഷങ്ങളായി ഞങ്ങൾ CSIR നെറ്റ് അല്ലെങ്കിൽ CSIR എന്ന് പറയുന്ന ഒരു മേഖലയിൽ സജീവമായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് സ്റ്റുഡൻറ്, അല്ലേ, ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻറ്, അവരുടെ ഒരു 6 മാസത്തെ എഫേർട്ടിലൂടെ തന്നെ ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നവരാണ്. മിസ് ഇപ്പോൾ പറഞ്ഞു ആവറേജ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞു. അപ്പം അത്ര ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരാളെ, എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പം പുള്ളി CSIR ഫിസിക്സ് പാസ്സായി. എന്നിട്ട് പുള്ളി ബിറ്റ്സ് പിലാനി ഗോവയിലായിരുന്നു പുള്ളി റിസർച്ച് ചെയ്തത്. അപ്പോൾ അവിടുന്ന് റിസർച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ സൗത്ത് കൊറിയയിൽ 1.25 crores എൻ്റെ ഒരു പ്രോജക്റ്റും കിട്ടി. അപ്പോൾ അവൻ സൗത്ത് കൊറിയയിൽ സെറ്റിൽഡാണ്. അപ്പം അതൊക്കെ നല്ലൊരു അച്ചീവ്മെൻറ്റാണ്. നമ്മൾ പത്രങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം, ഇന്നയാൾക്ക് ഇത്ര കോടി രൂപയുടെ ഫെലോഷിപ്പ്, മേരി ക്യൂറി ഫെലോഷിപ്പ് കിട്ടി, അത് കിട്ടി. എത്രത്തോളം ഫെലോഷിപ്പുകളും എത്രത്തോളം ഗ്രാൻറ്റുകളുമാണെന്നറിയാമോ? നമ്മുടെ ഗവൺമെൻറ്റുകൾ മാത്രമല്ല, വിദേശത്തുള്ള സർവ്വ ഗവൺമെൻറ്റുകളും ഈ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ഗ്രാൻഡ്
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനൊക്കെ ഒരു കോമൺ ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഗ്രാന്റുകളെ പറ്റിയുള്ള അറിവും കിട്ടും, ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതെ, ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്താൻ ഒരു സോഴ്സ് ആണ് ആദ്യം വേണ്ടത് അല്ലെ? ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഇത് നമ്മുടെയിലേക്ക് എത്തണ്ടേ, നമുക്ക് അങ്ങനെ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് വേണ്ടേ? നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഫ്രീ ഗ്രൂപ്പ് ജോയിൻ ചെയ്തോളൂ, അതിവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും അത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അവരുടെ തൊഴിലവസരങ്ങളെക്കുറിച്ചും ഒക്കെ CSIR-ലൂടെ PG കഴിഞ്ഞ് CSIR-ലേക്ക് തിരിയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലത്തെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തും. ഞാൻ ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്, അവൻ എന്റെ അടുത്ത ഫ്രണ്ട് ആയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും, കിരൺ എന്നാണ് അവന്റെ പേര്. അപ്പം കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, പത്തനംതിട്ടക്കാരനാണ്. അപ്പൊ പുള്ളിക്ക് ഇത്രയും ഞങ്ങൾക്കൊക്കെ വലിയ ഇൻസ്പിറേഷൻ, ആശ്ചര്യമായി പോയി, ഇത്രയും ഒരു ഗ്രാൻഡ് ഒക്കെ കിട്ടിയല്ലോ എന്ന് കേട്ടു. സാറ് പറഞ്ഞ ഓർമ്മയുണ്ട് സാർ, അതായത് അവൻ ഇത്രയും പൊങ്ങണമെങ്കിൽ അല്ലേ? അല്ല, അവൻ അത് നമുക്ക് അങ്ങനെ പറയത്തില്ല മിസ്സേ. കാരണം ഈ നമ്മൾ PGക്ക് കിട്ടുന്ന മാർക്ക് വെച്ചിട്ട് ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. യെസ്, അതൊരു വലിയ പോയിന്റ് ആണ്. PGക്ക് ആയാലും നിങ്ങളുടെ ഗ്രാജുവേഷൻ ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അല്ല നിങ്ങളുടെ അളവുകോല്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഈ മാർക്ക് വെച്ച് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്. അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ മറ്റുള്ള കുറച്ച് ഏരിയാസ് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം CSIR അല്ലെങ്കിൽ PG ഫിസിക്സിൽ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് CSIR MSc ഫിസിക്സ് തന്നെയായിരിക്കണം ക്വാളിഫിക്കേഷൻ അല്ലെ? മാർക്ക് മതി. മറ്റുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലാതെ മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഇല്ല. അപ്പം MSc ഫിസിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് PG ഉണ്ട്, 55% മാർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് CSIR ട്രൈ ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം ന്യായമായിട്ട് ആ എക്സാം സിലബസ് ഫുൾ പഠിക്കണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ ക്രിസ്പി ആയിട്ട് പഠിക്കാനുമുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. പഠിച്ചാൽ മതി, എന്ത് പഠിക്കണമെന്നൊന്നും അവർ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളുള്ളത് അതുകൊണ്ട് ഈ പഠിക്കുക, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക, അങ്ങ് പഠിക്കുക, കണ്ണടച്ചങ്ങ് പഠിക്കുക, കഷ്ടപ്പെട്ടാൽ കിട്ടും. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ CSIR എക്സ്ക്ലൂസീവ് ന്യൂ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ 18-ാം തീയതി കഴിഞ്ഞ എക്സാമിനെ ബേസ് ചെയ്ത് അത്യാവശ്യം നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി അല്ലെങ്കിൽ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ അടുത്ത ബാച്ചിലേക്ക് പോകുന്നത്. നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനാണ് ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് അവസരങ്ങൾ എപ്പോഴും നമ്മുടെ വാതിൽക്കൊന്നും മുട്ടില്ല. ഈ അവസരങ്ങൾക്കൊക്കെ ഒരു പ്രായപരിധിയും കൂടെ കാലക്രമേണ ഉണ്ടാവും അല്ലേ? പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കിത് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ്. സോ ഗ്രാബ് ഇറ്റ്, ചേസ് ഇറ്റ്. ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ഇത് എത്തിപ്പെടും. നന്നായിട്ട് പഠിക്കുക, അവസരങ്ങളെക്കുറിച്ച് അറിയുക, കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ കുറിച്ച് കൂടുതൽ അറിയാനും, നമ്മുടെ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനും, നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം അല്ലേ സർ? താങ്ക് യു.